സാർ, അരവിന്ദ് കെജ്രിവാൾ എന്നയാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായപ്പോൾ ഒരുപാട് പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ ടീമും വന്നു കഴിഞ്ഞപ്പോൾ കെജ്രിവാളിൻ്റെ പല പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. എന്തിന്? കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ളവർ ജയിലിൽ കിടന്നു. എന്നിട്ടും അവരുടെ പദവികൾ ഉപേക്ഷിച്ചതായിട്ട് കണ്ടില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്ന സെന്തിലിൻ്റെ വാർത്തയിലേക്ക് വന്നാലും ഇത് തന്നെയല്ലേ സംഭവം? അപ്പോൾ എന്താണ് സാർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? അല്ല, സെന്തിലിൻ്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ സാർ. സെന്തിലിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. ആ ജാമ്യം കൊടുത്ത് ഉടനെ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പിടിച്ച് വീണ്ടും മന്ത്രിയാക്കി സ്റ്റാലിൻ. അതിനെക്കുറിച്ച് കോടതി ഇന്നലെ പരാമർശിച്ചിരിക്കുന്നത് ട്രൂലി റോങ് എന്നാണ് വെള്ളിയാഴ്ച പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതാണ്. അത്രയും മോശപ്പെട്ട കാര്യമാണ് അല്ലേ? അത്ര മോശം. ട്രൂലി റോങ് എന്ന് ഒരു കോടതി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നമ്മൾ രൂക്ഷമായ ഭാഷ എന്ന് പറയാം അല്ലേ? അതായത് ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത് ഇദ്ദേഹത്തെ വീണ്ടും പഴയ പദവിയിൽ അവരോധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ അവരോധിക്കുന്നത് ശരിയല്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഇദ്ദേഹം മണി ലോണ്ടറിങ് കേസിലാണ് പ്രതി. അതെ, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലല്ല. പണമടിച്ചു മാറ്റി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന് ആ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി ജാമ്യം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കിയാണ്. കേസ് വാദിക്കുന്ന സമയത്ത് നമ്മുടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി പറഞ്ഞത് അദ്ദേഹം ജയിലിൽ കിടന്നപ്പോഴും വകുപ്പില്ലാ മന്ത്രിയായി തുടരെയായിരുന്നു എന്നാണ്. പതിവ് പോലെ അദ്ദേഹത്തിന് വേണ്ടി ആർഗ്യൂ ചെയ്യാനായിട്ട് കപിൽ സിബലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. കാരണം എല്ലാ കുറ്റവാളികളുടെയും രക്ഷകനായിട്ട് ഇപ്പോൾ 2 പേരാണല്ലോ ഇന്ത്യയിൽ അവതരിച്ചിട്ടുള്ളത്. ഒന്ന് അഭിഷേക് മനു സിംഗ്വിയും 2 കപിൽ സിബലുമാണ്. ഇവരാണ് ലോകത്ത് ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി അടിയൻ ലച്ചിപ്പേൻ എന്ന് പറയുന്ന രീതിയിൽ അവതരിച്ചുകൊണ്ട് കോടതികളിൽ വരുന്നത്. അവരുടെ ആർഗ്യുമെൻറ്റിനെ പോലും കോടതിക്ക് ഇങ്ങനെ രൂക്ഷമായിട്ട് വിമർശിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ അപജയത്തിൻ്റെ സൂചകമാണ്. മുൻപ് എങ്ങനെയാണ്? ഇപ്പോൾ രാജൻ കേസാണ് ഇവിടെ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവമാണ്. അതെ, അതിൽ ഒരു ചെറിയ പരാമർശം കെ കരുണാകരനെതിരെ വന്ന സമയത്ത് കരുണാകരൻ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. കെ പി വിശ്വനാഥൻ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഒരു ചെറിയ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. ഏതോ ഒരു സ്ത്രീയുമായിട്ട് എവിടെയോ വെച്ച് കണ്ടു എന്നുള്ള ഒരു ആരോപണം വന്നപ്പോൾ വി.ടി. ചാക്കോയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു. ഇന്നിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ നേതാവും താൻ വഹിക്കുന്ന പദവി വേണ്ട എന്ന് വെക്കുന്നില്ല, തിരഞ്ഞെടുക്കപ്പെട്ട പദവി ഉപേക്ഷിക്കുന്നില്ല, താൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പദവികളിലേക്ക് പോകാൻ ആരോപണം ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കുന്ന സാഹചര്യവും കൂടി കേരളത്തിലുണ്ട്. ഇന്ത്യയിലും അതുണ്ട്, തമിഴ്നാട്ടിൽ അത് വിശേഷിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് കോടതി പറഞ്ഞത് ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, തീർത്തും തെറ്റാണ്, ഇതല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. ഇവിടെ എനിക്ക് കോടതിയോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് എക്സെപ്ഷൻ എന്ന് പറയുമെങ്കിൽ, ഇതുപോലെ വളരെ സുശക്തരായിട്ടുള്ളവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ കേസിനെയും പ്രതികളെയും ട്രയലിനെയും സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? ഒരു സംശയമുണ്ട്. കാരണം ഇവരൊന്നും സാധാരണക്കാരല്ലല്ലോ. അല്ല. കാരണം ജയിലിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചു വന്ന് വീണ്ടും മന്ത്രിയാകാൻ തക്ക വിധത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾ, ഭരണത്തിൽ സ്വാധീനമുള്ള ഒരാൾ, അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിലെല്ലാം നടന്നിരിക്കുന്ന അഴിമതിയുടെ ഫയലുകൾ വീണ്ടും അദ്ദേഹം തന്നെ തീരുമാനമെടുക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ അത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന പരികൽപ്പനകൾക്കെതിരാണ് എന്നുള്ള കാര്യം കോടതികളും തിരിച്ചറിയുക തന്നെ വേണം. അപ്പോൾ പദവികളിലേക്ക് തിരിച്ചെത്തിയാൽ അധികാരം കൃത്യമായി ദുർവ്യാഖ്യാനം ചെയ്യല്ല, ദുരുപയോഗം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. അല്ല, മനസ്സിലാക്കണ്ടേ? ആക്കണം. അല്ല, കോടതിയുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ല, കോടതി
ഈ എന്തിലും ഉദാരമായിട്ട് ഇതിനകത്തൊരു കാര്യം, അവിടെയും സോറസിനൊരു പങ്കുണ്ട്. നമ്മുടെ ബഹുമാനായ ജോർജ് സോറസ്, രാഹുൽ ഗാന്ധിയുടെ ആത്മീയ ആചാര്യൻ, രാഹുൽ ഗാന്ധിയുടെ ആത്മീയ ആചാര്യനായ ജോർജ് സോറോസിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാപിച്ച ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അദ്ദേഹം ഏറ്റവും പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുള്ള NGO ആണ്. ആ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഡിമാൻഡ്സിലൊന്ന് ഏത് കൊടും കുറ്റവാളിയായാലും അയാളെ ശിക്ഷിക്കുന്നത് വരെയും, ശിക്ഷിച്ച് കഴിഞ്ഞ് അയാൾക്ക് ശിക്ഷ സസ്പെൻഡ് ചെയ്താലും അയാളെ ജാമ്യത്തിലിറക്കണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. അമേരിക്കയിൽ ഇത് വലിയ പ്രോബ്ലം വരും. കാരണം അവിടുത്തെ അറ്റോർണിമാരിൽ 40% പേര് ജോർജ് സോറോസിൻ്റെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ പരിശീലനം കിട്ടിയിട്ടുള്ളവരാണ്. ഇന്ത്യയിലെയും ജുഡീഷ്യറിയിലെ ഉദ്യോഗസ്ഥർക്ക് പേര് പറയുന്നില്ല, പറയാൻ മടിയുണ്ടായിട്ടല്ല, ശരിയല്ലല്ലോ എന്ന് കരുതിയും ഒരു സിസ്റ്റത്തെ അത് മൊത്തത്തിൽ ബാധിക്കുമല്ലോ എന്ന് കരുതിയും മാത്രം പറയാതിരിക്കുന്നതാണ്. അവർക്കും ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച അക്കാദമിക പണ്ഡിതന്മാരുണ്ട്. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലീഡർഷിപ്പ് പരിശീലനം നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും ചില ലീഡേഴ്സിനെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. 1 മാസത്തെ പരിശീലനമാണ് കൊടുക്കുന്നത്. ആ 1 മാസത്തെ പരിശീലനം കിട്ടി വരുന്നവരുണ്ട്. അതിനകത്ത് അഭിഭാഷകരുണ്ട്, ജഡ്ജിമാരുണ്ട്, പിന്നെ പ്രൊഫസേഴ്സുണ്ട്, ലോ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സുണ്ട്, നിയമ അധ്യാപകരുണ്ട്, നിയമ വിദ്യാർത്ഥികളുണ്ട്, ഇവരൊക്കെയുണ്ട്. ഇതൊക്കെ അടങ്ങുന്ന ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. പിന്നെ അവരുടെ രണ്ടാമത്തെ ഡിമാൻഡ് എന്താണെന്നറിയാമോ? ആ രണ്ടാമത്തെ ഡിമാൻഡ് നാർക്കോട്ടിക് കേസിലെ ശിക്ഷകൾ ലിബറലാക്കണം എന്നാണ് പറയണത്. ഏത്? ജനാധിപത്യം സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും പാർട്ടിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ ഫണ്ട് നൽകുന്നു എന്ന് നിസ്സംശയം പറയുന്ന, ഒരു സംശയവുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോർജ് സോറസാണ് ഇത് ആവശ്യപ്പെടുന്നത്. ആ ജോർജ് സോറസിൻ്റെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ സ്വാധീനം ഇപ്പോൾ നമ്മുടെ ജാമ്യ വ്യവസ്ഥ ഉദാരമാക്കിയതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? എന്നിട്ട് ഇതുപോലെ വലിയ സ്വാധീനമുള്ളവർക്ക് ജാമ്യം കൊടുത്ത് അവരെ പുറത്തേക്ക് ഇറക്കുക, അവർക്ക് വലിയ പദവികൾ കിട്ടുക, ആ പദവികളിലൂടെ അവർ വീണ്ടും ശക്തമായിട്ട് വരിക, ആ കേസ് തന്നെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് ഈ സെന്തിലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. കെജ്രിവാൾ എന്തായിരുന്ന അവസ്ഥ? അഴിമതിരഹിതമായ ഒരു ഭരണം ഈ ലോകത്ത് സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അന്നാ ഹസാരയുടെ ശിങ്കിടിയായി അദ്ദേഹത്തിൻ്റെ പുറകിലിരുന്ന ഏറ്റവും കുറുക്കനായ മനുഷ്യൻ ആരായിരുന്നു ചോദിച്ചാൽ കെജ്രിവാളായിരുന്നു. അധികാരത്തിലിട്ട് 5 കൊല്ലം കൊണ്ട് താൻ പറഞ്ഞത് മുഴുവൻ കളവാണെന്നും താൻ ഒരു കപടനാട്യക്കാരനാണെന്നും തെളിയിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് കെജ്രിവാൾ. ആ കെജ്രിവാളിന് സിന്ദാബാദ് വിളിച്ച് കേരളത്തിൽ എത്ര പേരുണ്ടായിരുന്നു? സാഹിത്യരംഗത്തെ ആൾക്കാരുൾപ്പെടെ. നല്ല കാര്യമായിപ്പോയി. സെക്കുലറിസം കണ്ടുപിടിച്ചവർ, ജനാധിപത്യത്തിൻ്റെ വക്താക്കൾ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഫെമിനിസ്റ്റുകൾ, സെക്കുലറിസത്തിൻ്റെ വക്താവ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവ്, ഫെമിനിസത്തിൻ്റെ വക്താവ്, അഴിമതിരഹിത ഭരണത്തിൻ്റെ വക്താക്കൾ, ഇവരെല്ലാം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പുറകെ പോയില്ലേ? അതെ. ഇദ്ദേഹം ഇതുപോലെ ഭീമമായ അഴിമതി നടത്തി ഒരു രാജ്യത്തെ മുഴുവൻ അഴിമതിയിലേക്ക് നയിച്ചപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും ശബ്ദം അതിനെതിരെ നിങ്ങൾ കേട്ടോ? ഇല്ല. ഒരെണ്ണം മിണ്ടിയില്ല. എന്തേ ഇവർ മിണ്ടാതിരിക്കുന്നത്? ഇവർക്ക് പേടിയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നാൽ പോലും അധികാരം താൻ ഉപേക്ഷിക്കില്ല എന്നത് ജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. അതാണ് ശരിക്കും ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളി. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല, ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഒരു പ്രതിക്ക് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ജയിലിലടക്കപ്പെട്ടിരിക്കുന്ന
വിചാരണ തടവുകാരനായി ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ജാമ്യം അനുവദിച്ച ചരിത്രമുണ്ട് ഇന്ത്യയിൽ നീതിപീഠത്തിൽ നിന്ന്. ഇപ്പോഴാണ് ഇവർക്കിത് ട്രൂലി റോങ് എന്ന് തോന്നുന്നത്. എന്തുകൊണ്ട് നേരത്തെ തോന്നണില്ല? തോന്നണ്ടേ വേണം. അത് തോന്നുന്നില്ല. ഇത് കാണിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനം ഈ രീതിയിലാണ് പോക്ക് എന്നുണ്ടെങ്കിൽ ഏത് മറ്റേതില്ലേ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദ സ്കൗണ്ടറൽ എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് എത്തുകയാണ്. ഏത് തെമ്മാടിയുടെയും അവസാനത്തെ അഭയസ്ഥാനമായി ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയം മാറരുത് എന്നുള്ളവർ എല്ലാം ഈ ട്രൂലി റോങ് എന്ന് പറയുന്ന സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.